കണ്ടോ ഗൈസ്, നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. എന്തൊരു ഭംഗിയാ നോക്കിക്കോ. മൈ ഗോഡ്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം തന്നെയല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുക. ഇവിടെ നമ്മളെ ബെൽവിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ലൈക്ക് ഒരു ഏകദേശം 1 hour ഉണ്ട് പോവാൻ. പിക്ടണിലെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പേര് ലിറ്റിൽ ബ്ലഫ് കൺസർവേഷൻ ഏരിയ ആണ്. ആ സ്ഥലം ആക്ച്വലി കുറച്ച് ഇങ്ങനെ നല്ല ഭംഗിയുള്ള പേബിൾ ബീച്ചും പിക്നിക് സ്പോട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോകാമെന്ന് ഓർത്തു. പിന്നെ ഇപ്പം വന്ന് നമ്മുടെ സമ്മർ ഫുൾ മാറി ഇനി വിന്റർ, ഒരു ഫോൾ സീസൺ വിന്ററിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. ഈ വീക്കും അടുത്ത വീക്കും കൂടി ഇനി പ്രോപ്പർ സമ്മർ കിട്ടുള്ളൂ എന്നാണ് വെതർ ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പം ഇത്തവണ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഓർത്തു ഇതെൻ്റെ ലിസ്റ്റിൽ ഉണ്ടായതാണ്. ഞാൻ ഒരിക്കൽ പോയതാ, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതപ്പം എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായതാ. നമുക്ക് അതിലേക്ക് പോവാം. പിക്ടണിൽ ആണ്, പക്ഷെ പ്രോപ്പർ പിക്ടൺ അല്ല, ഇച്ചിരി ഉള്ളിലോട്ട് വന്നത്. നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയിലാണ്. അങ്ങോട്ടേക്കില്ല, അത് ഭയങ്കര ഡ്രൈ ലാൻഡ് പോലെയുണ്ട്. ഇതൊക്കെ കൃഷിയാ തോന്നുന്നു അല്ലേ? കോണിന്റെ ആ തോന്നുന്നു, കോൺ കൃഷിയാണ്. ഓ, നല്ല രസം. മറ്റേ നാടൻ പ്രദേശം പോലെയുണ്ട്. നമ്മളെല്ലാം നാട്ടിലെ നാടൻ സ്ഥലമില്ലേ, അതുപോലത്തെ ഒരു ഏരിയ ഇത്. ഇവിടെ നമുക്ക് അധികം വീടുകളൊന്നും ഇല്ല, പക്ഷെ ഭയങ്കര വിജനമായി തോന്നുന്നുണ്ട് എനിക്ക്. ഓ, സീൻ സ്ഥലം. ഈ വഴി അല്ല തോന്നുന്നു നമ്മളന്ന് വന്നത്. ഇത്രയും ഒരു ഇങ്ങനെ ഡെൻസ് ഫോറസ്റ്റ് പോലെയൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. കൊള്ളാം, പക്ഷെ ഒരു മനുഷ്യവാസമൊന്നും ഇല്ല. ഇത് കണ്ടോ ഗൈസ്, നല്ല രസമല്ലേ കാണാൻ? നല്ല അടിപൊളി, മറ്റേ ഗേറ്റ് പോലെ ഉണ്ട്. ഓ, സിനിമയിലൊക്കെ കാണുന്ന സെറ്റപ്പ്. ഓ വാ, നല്ല ഭംഗിയില്ലേ? സെറ്റ്. അന്ന് അടുക്കാ ഭംഗി കൂടുതൽ. അങ്ങനെ ഗൈസ്, നമ്മളിതേ സ്ഥലത്തെത്തി. ഇവിടെ ഒരു പാർക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മള് പേയ്മെന്റ് കൊടുക്കണം. നമ്മൾ എപ്പോ വന്നാലും എത്രയാണ്, 18 രാവിലെ വന്നാലും ഫുൾ ഡേക്ക് അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോ വേണമെങ്കിലും വന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നമ്മള് പേയ്മെന്റ് ചെയ്തു. $16 ആണ് അവര് അതിന് പേയ്മെന്റ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ രാവിലെ വരുവാണെങ്കിലും അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ആയാലും അത്രേ ഉള്ളൂ. 8 മണി വരെ മറ്റേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ പിന്നെ ഓൾറെഡി നേരത്തെ സൺസെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വേഗം ഇറങ്ങേണ്ടി വരും. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് കാറ് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാഷ്റൂം ഉണ്ട്, പോർട്ടബിൾ വാഷ്റൂം. അതുപോലെ സെറ്റപ്പ്, എല്ലാ അത്യാവശ്യം വേണ്ടത് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ. ഇതുണ്ടോ, ഇങ്ങനെ തന്നെ ഒരു സ്ഥലം ഇത്. ഇപ്പൊ ആരുമില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. നമ്മളെ കാറും മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ 2 വാഷ്റൂം പോർട്ടബിൾ ഉണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ബോർഡ് ഉണ്ടോ, അങ്ങോട്ടാണ് നമ്മൾ നടന്നിട്ട് പോകേണ്ടത്. ചെറിയൊരു തണുപ്പെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ചെറിയൊരു തണുപ്പ് ഉണ്ട്. ഇവിടെ ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടൊക്കെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടോ, ഇതിൻ്റെ ഒരു ചെറിയ മാപ്പ് സെറ്റപ്പും അങ്ങനത്തെ ഉണ്ട് ഇവിടെ. പക്ഷെ ക്യാമ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് സ്ട്രിക്റ്റ്ലി പിന്നെ അവര് ഒഴിവാക്കിയൊരു കാര്യമാണ്. ക്യാമ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എല്ലാവരുമായിട്ട് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൈവറ്റ് ഇവന്റ്സ് ഒക്കെ കുഞ്ഞതൊക്കെ നടത്താനെല്ലാം ഇവിടെ സ്പോട്ട് ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പാ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുണ്ട്, ഇവിടെ മാത്രം ഒരു ചെറിയ ഒരു ഡാർക്ക് ഒരു ലൈറ്റിങ്ങും മുകളിലോട്ട് എത്തുമ്പോൾ നല്ലൊരു സൺലൈറ്റ് ഒക്കെ, നല്ല രസമില്ല അത് കാണാൻ. ആ വ്യത്യാസം
ഇതാ ഞാൻ പറഞ്ഞ ഒരു സ്ഥലം. നമുക്കിവിടെ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഒരു ഈവനിങ് ടൈമിനൊക്കെ സ്നാക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കുറച്ച് ആൾക്കാർ വേണം, നല്ല അത്യാവശ്യം രസം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇങ്ങനത്തെ രസമുണ്ട്. ഇതാണ് ബീച്ചിലോട്ടുള്ള വഴി. ഇങ്ങനെ ഒരു വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് താഴോട്ട് നടന്നു പോവാം. ആരും ഇല്ല തോന്നുന്നു. സാധാരണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ് ഇവിടെ. ഇന്ന് ആരുമില്ല. കണ്ട വേവ്സ് ഉണ്ടല്ലേ ഇന്ന്. ഇന്ന് നല്ല വേവ്സ് ഉണ്ട്. അന്ന് നമ്മളൊരു ദിവസം വന്നപ്പോൾ അധികം വേവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ശാന്തമായിരുന്നു. ഇത് അടുത്ത് തുടങ്ങി കര. ആ കര ഉണ്ടോ? വെള്ളം കേറി കിടക്കുന്നുണ്ട്. പൊങ്ങിയല്ലേ കര? കണ്ട കാണുന്നുണ്ടോ നിങ്ങളിത്? ഇതുണ്ടോ ഗൈസ്, നിങ്ങൾ ഇവിടെ സൺസെറ്റ് ഇങ്ങനെ കാണുന്നില്ലേ? ഇങ്ങനെ സൺലൈറ്റ് കാണുന്നില്ലേ? ഈ ഒരു സാധനം ഇതുണ്ടോ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഭയങ്കര ഡള്ളായിട്ട്, പക്ഷെ എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ. ഒരു രക്ഷയില്ല, ഒരു മനുഷ്യനില്ല, ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. നല്ലൊരു ഭയങ്കര സമാധാനത്തിലിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇതിപ്പോ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോ ഞാൻ നിൽക്കുന്ന ഒരു കാനഡയിലെ വളരെ ചെറിയൊരു സ്ഥലത്താണ്, ബെൽവിൽ എന്ന് പറഞ്ഞാൽ. അതിലും കുഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു പിക്ടൺ, ഈ ഒരു സ്ഥലം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എന്താ പറയുക ഹിഡൻ സ്പോട്ട്സ് എന്ന് തന്നെ വിളിക്കാം. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയില്ല ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പോകാൻ നോക്കുന്നുണ്ട്. ഇനിയും കുറെ സ്ഥലങ്ങൾ എൻ്റെ ലിസ്റ്റിലുണ്ട്. അതൊക്കെ ഈ സമ്മറിനുള്ളിൽ ഇനിയിപ്പോൾ ആകെ കൂടെ ഒരു ആഴ്ച പ്രോപ്പറായിട്ട് സമ്മർ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ ജാക്കറ്റ് ഇട്ടു, തണുപ്പ് കാരണം തണുപ്പുണ്ട് അത്യാവശ്യം. നീ പറഞ്ഞുകൂടാ പോകാൻ പറ്റുമെന്ന്. പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ, നല്ല അടിപൊളി സ്ഥലം. താഴോട്ട് ബ്രേക്ക് ഇല്ലാണ്ട് ചാടിയ പോലെ മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. ഒന്നാമത് തണുത്തിട്ട് മുക്കുന്നൊക്കെ വെള്ളം വരും. വെള്ളല്ലേ. പിന്നെ അപ്പൊ ഈ ട്രെയിൽ എങ്ങോട്ടാ പോകുന്നു? അതൊന്നും ഇല്ല അല്ലേ? പക്ഷെ ആ കാണുന്ന അത് നമ്മൾ അന്ന് പോയപ്പോ അത് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇവിടുന്ന് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത്രയും അപ്പറില് നമുക്ക് വ്യൂ കാണാം. ഇത് ലേക്കല്ലേ? ഇന്നുള്ളിൽ ഇങ്ങനെ ഉണ്ടായിനി. ഭയങ്കര സ്റ്റീപ്പായത്. സ്റ്റീപ്പാന്ന് ഇറക്കം. അയ്യോ രക്ഷയില്ലാത്ത സ്ഥലം. കൊള്ളാല്ലേ. കണ്ടോ ഗൈസ്, നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ.
എന്തൊരു ഭംഗിയാ നോക്കിക്കോ. Oh my god. Oh, സീന്. അപ്പൊ ഗൈസ് നമ്മള് പറഞ്ഞ പോലെ ഇന്ന് എന്താ പറയാ ഇന്നത്തെ ഒരു ദിവസം വെൽ സ്പെൻഡ് ആണ്. നല്ല രസമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നന്നായി. തിരിച്ചു പോകാൻ തോന്നില്ല, പക്ഷെ ഇരുട്ടായി. ഇനിയിപ്പോ അത്ര സേഫ് ആണോ എന്ന് അറിയില്ലല്ലോ, കുറച്ച് സമയം കൂടെ നിൽക്കുന്നു. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം അടുത്ത ഇത് ആക്ച്വലി ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഇനി അടുത്തവണ വരാം. അപ്പൊ ഇതുപോലെ പുതിയ 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 സ്ഥലങ്ങൾ ഇനിയും കണ്ടുപിടിക്കും. നമുക്ക് അതെല്ലാം വ്ളോഗിൽ കൊണ്ടുവരാം. അപ്പോൾ അടുത്തൊരു പുത്തൻ എപ്പിസോഡായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.